ഇത്രയും പൈസ മുടക്കി ഇട്ട സാധനമായിട്ടൊരു വഴിയില്ല നടന്നു പോകാൻ. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. കോടികൾ മുടക്കി ഉണ്ടാക്കിയ ഒരു ടെർമിനല്ല, പക്ഷെ അങ്ങോട്ട് നടന്നു പോലും പോകാൻ നല്ലൊരു വഴിയില്ല. നമ്മള് കുറച്ചുകൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ തീരെ നടക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു പോകാനേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രോപ്പർ നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. വഴി പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി. ഹലോ, നമസ്കാരം. അപ്പം നമ്മുടെ അടുത്തൊരു പുതിയ വ്ളോഗാണ്. ഇനി ഫുള്ള് വ്ളോഗേ മാത്രമേ. അപ്പൊ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും. ടെക് വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ല. വ്ളോഗ് ഇട്ടോ പിന്നെ ഭയങ്കര വ്യൂ ആണല്ലോ, വ്യൂ തള്ളിലേക്ക് കയറി നിൽക്കുന്നു. വ്ളോഗ് ഇട്ടിട്ടും ആരും കാണുന്നില്ല. അപ്പം പിന്നെ നമ്മള് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അതാകുമ്പോ മറ്റേ ടെക് വീഡിയോ ആകുമ്പോൾ കുറെ പഠിക്കണം, നോക്കണം. ഇതാകുമ്പോ ഒന്നുമില്ല, വണ്ടി എടുക്കുക, ചുമ്മാ എടുക്കുക, കാണുന്ന കാഴ്ചകൾ കാണുക, കൊണ്ണടിക്കുക. ഇതാണ് മെയിൻ. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് നമ്മൾ കൈനകരി ഹൗസ് ബോട്ട് ടെർമിനൽ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ജസ്റ്റ് കായലിലോട്ട് നീണ്ടു കിടക്കുന്നൊരു പാലം. എനിക്കറിയാം, ഫോട്ടോഷൂട്ടിനൊക്കെ ആ സ്ഥലമാണ് നമ്മളത് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ലൊക്കാലിറ്റിയുടെ അടുത്തടുത്തുള്ള, എൻ്റെ വീട് ആലപ്പുഴയാണ്, അതുകൊണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കും. അതെ, ദൂരമുള്ള ബഡ്ജറ്റ് ഇല്ലല്ലോ. ആലപ്പുഴ ഫുള്ള് നമ്മള് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കും. അതെ, അപ്പൊ ഇനി കൊണേടിയില്ല, നമുക്കിനി നേരെ പോകാം. നേരെ ഹൗസ് ബോട്ട് ടെർമിനലിലേക്ക്. നമ്മളിപ്പോ പോകുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കളർകോട് എന്നാണ്. അല്ല, അതിപ്പോ ആലപ്പുഴ ചങ്ങനാശ്ശേരി സ്റ്റാർട്ട് ചെയ്യുന്നത് കളർകോട് എന്നാണല്ലോ. ചങ്ങനാശ്ശേരി മുക്ക് എന്ന് പറയും. ആ ചങ്ങനാശ്ശേരി മുക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നേരെ വിട്ടൊരു അടിപൊളി റോഡാണ്. മിക്കവരും വന്നിട്ടുണ്ട്. ഈ തിരുവല്ല AC റോഡ് ഒട്ടുമിക്കവർക്കും ഒക്കെ പോകുന്ന റൂട്ട് അടിപൊളിയായിരിക്കും. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. KSRTC എന്താ എഴുതി വെച്ചേക്കുന്ന? KSRTC ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഓ, അതങ്ങനെ. അതങ്ങനെ കാറിന് പോവാം. അപ്പൊ കാറിന് പോവാം ഗൈസ്. പാടം 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 പൂത്ത വേണ്ട, കോപ്പിറൈറ്റ് വരും. പാടിയ കോപ്പിറൈറ്റ് വരുമോ? പാടിയ കോപ്പിറൈറ്റ് വരുമോ? ഇല്ലേ, ഇളയരാജയുടെ പാട്ടാണെങ്കിൽ കിട്ടും. അത് മറ്റേ തുടർ സിനിമയില് തരുണ് പറഞ്ഞോട്ടല്ലേ, മൂളിയ കോപ്പിറൈറ്റ് വരും. സ്ട്രൈക്ക് ഒക്കെ തന്ന് ചാനൽ പൂട്ടിച്ചളയുന്നു. സ്ട്രൈക്ക് ഒന്നുമില്ല, പുള്ളി 10 ലക്ഷം രൂപ തരാൻ പറയും. 10 പേര് കണ്ടാലും കുഴപ്പമില്ല, അല്ലെ 10 പേര് കാണത്തുള്ളൂ വ്ളോഗ്, എന്നാലും തരുമെന്ന്. ഈ ബിൽഡിംഗ് ഉണ്ടോ? കൊള്ളാല്ലേ, കാലില്ലാത്ത ബിൽഡിങ്. കാലുണ്ടോ? ഇടിച്ച് പൊട്ടിക്കോ താനാ ജനലൊക്കെ? താത്തി തരാം. എയറിൽ നിൽക്കുന്ന ബിൽഡിങ്. ഇതെന്തോ സംഭവം? വല്ല റെസ്റ്റോറന്റ് ആക്കാൻ. കയറിന്റെ ഒക്കെ സുനാപ്പി ഇടണോ? കയറിന്റെ എന്തൊക്കെ സുനാപ്പി ഇട്ട? അത് കുഴിനാത്താൻ കൊണ്ടിടുന്നതാ. വേസ്റ്റാ. കയർമാറ്റം ഉണ്ടാക്കി എന്റെ വേസ്റ്റ് കുഴിനാത്താൻ കൊണ്ടിടുന്നതാ. ഈ കൃഷി കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റുമല്ലോ, വെള്ളം കയറ്റുമ്പോ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ തോന്നും നമുക്ക്. ആ വീട് നീ കണ്ടിട്ടുണ്ടോ? അത്രയും ഹൈറ്റിൽ വെള്ളം വരുള്ളൂ. അപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഫീല് വരും. നമ്മളിത് ഇവിടുന്ന് ആണ് ലെഫ്റ്റ് പോകേണ്ടത്. ലെഫ്റ്റ് നേരെ അവിടെ ഒരു ഉണ്ട്. റെസ്റ്റോറന്റ് അല്ലേ? വടക്കര ചായ കുടിക്കാൻ. അപ്പം ഈ റോഡ് ന്യൂയോർക്കിനേക്കാളും ഭേദമാണല്ലേ? അതെ. നമുക്ക് ഇവിടം വരെ വണ്ടിയിൽ വരാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് നടന്നാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ വണ്ടി ഇടാം. അതെ, ടെർമിനലിൽ പോവാം. ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ, മേലെ അങ്ങോട്ട് പോകത്തില്ല കാറ്? ഇവിടുന്ന് അങ്ങോട്ടാണ്. ഇവിടുന്ന് അകത്തോട്ടാ അല്ലേ? ഓ ശരി ശരി. ആദ്യം തന്നെ ഈ ഇങ്ങോട്ട് കയറാനുള്ള ഒരു പാലത്തിന്റെ തന്നെ അവസ്ഥ ഉണ്ടോ? എന്താടാ ഇത്? കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേർ ഇതിലേക്കൂടെ തോട്ടി കിടക്കും. പിന്നെ ഇവിടുന്ന് അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതാണ് വഴി. ടെർമിനലിലേക്ക് പോകാനുള്ള വഴിയാണിത്. നമുക്ക് ഈ പിച്ചിങ്ങിൽ കൂടെ നടന്നു പോകാൻ പറ്റും, അല്ലാതെ ഈ ഒരു പിച്ചിങ്ങിൽ കൂടെ നടന്നു പോവാം. ശിക്കാര ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. ശിക്കാര ബോട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് ശിക്കാര ബോട്ട് എടുക്കാം. കയറേ വെള്ളത്തിൽ വീണനല്ലേ ഇപ്പൊ? എന്നോട് കയറാന്ന് പറഞ്ഞിട്ട് അവൻ അതേ തട്ടി. ഇപ്പൊ വെള്ളത്തിൽ കിടന്നിട്ട് നീന്താ അറിയാം എനിക്ക്? എനിക്കോ? പിന്നെ അറിയത്തില്ലല്ലേ? എനിക്കറിയാം, പക്ഷെ ഞാൻ നിന്നെ രക്ഷിക്കത്തില്ലടാ. നീ ഒരു ചെറ്റാന്ന് എനിക്ക് പണ്ടേ അറിയടാ. നിന്റെ പേര് ഇൻഷുറൻസ് വല്ലതും ഉണ്ടോടാ? ഡെത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതിന്റെ നോമിനിയായിട്ട് എൻ്റെ പേര് വെക്കടാ.
എന്നിട്ട് നിന്നെ വെള്ളത്തിൽ മുക്കി കൊല്ലും. ഏഷണ എൻ്റെ ഷൂസ് പണിയിട്ടില്ലടാ. എന്താ അവിടെ വെള്ളം കയറി കിടക്കണല്ലോ. വീഴുവോ? ഷൂ നനങ്ങി. ഗൈസ്, ഇവിടെയും നല്ലൊരു റിസോർട്ടുണ്ട്. എടാ എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഇവിടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് റിസോർട്ട് തന്നെയാണോ? ആ, റിസോർട്ടാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ലേ നിനക്ക്? റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഇവിടെ കയറാം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു ബ്രോ മീൻ പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. പുള്ളിക്കൊരു മീനെ കിട്ടി. പരലാന്ന്. ബ്രോയുടെ അമ്മയാണത്? അതെ. ഇതൊരു ഇല്ലീഗൽ എൻട്രി പോലെ ഉണ്ടല്ലോടാ. പോലീസ് പിടിക്കൂടെ? ഇല്ലീഗൽ എൻട്രി ആണ്. അതിക്രമിച്ച് കടന്നതിന് പോലീസ് പിടിക്കും ഇനി. എടാ, വഴി കിടന്നാണോടാ ഉറങ്ങുന്നേ? ഇതാണല്ലേ ശരിക്കുള്ള വഴി? ഇതാണ് ശരിക്കുള്ള വഴി. ഗൈസ്, നമ്മൾ ടെർമിനലിലേക്ക് കയറാനുള്ള ശരിക്കുള്ള വഴി എന്ന് പറയുന്നത് താഴോട്ട് നോക്കണേ. ഇവിടെയാണ്. അത് ആ വഴി കാണിച്ചു തരാം നിങ്ങളെ. ചേട്ടാ, ഇത് ആക്ച്വലി എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് ഈ പ്ലേസ്? ടൂറിസ്റ്റ് വരുന്നത്. അപ്പം ഈ സംഭവം ബിൽഡിംഗ് ഒക്കെ എന്താ ഉണ്ടാക്കിയതാ? ഇവിടെ മറ്റേ ഞാൻ കേട്ടോ ഈ സീ പ്ലെയിൻ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഉണ്ടാക്കിയത്, ടെർമിനൽ ഉണ്ടാക്കിയത് എന്നാണോ? ചേട്ടൻ ഇവിടുത്തെ തന്നെ? ആ. അപ്പം ഇതൊക്കെ ആ ചേട്ടൻ പറഞ്ഞത് ഗസ്റ്റുകൾക്ക് ഇരിക്കാനും നിൽക്കാൻ അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഷട്ടർ എന്നൊക്കെ കടമുറികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഒരു സംഭവം ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ജ്യേഷ്ഠനാണ് കാണിച്ചത്. വെയിറ്റിംഗ് ഷെഡ് പോലത്തെ സംഭവം കാണാം. പിന്നെ കുറേ ഷട്ടറുകളാണ് കടമുറികൾക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ അതൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി ടിക്കറ്റ് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടറോ അങ്ങനെ എന്തെങ്കിലും ആക്കാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു ഈ സംഭവം കണ്ടിട്ട്. നോക്കടാ എന്ത് ക്യൂട്ടാന്ന്. ഇതവിടെ കിടന്നവൻ്റെ പട്ടിക്കുഞ്ഞാണ് ഇതാന്ന് തോന്നുന്നു കേട്ടോ. പിള്ളേരാന്ന് തോന്നുന്നു. നല്ല ക്യൂട്ടാണല്ലോ. മോനെ ക്യൂട്ടാണല്ലോ, ക്യൂട്ട്. ഇവിടെ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ. എടുത്തു വേണമെങ്കിൽ. വീട്ടിൽ കയറ്റത്തില്ല അമ്മ. പോരാളി വീട്ടിൽ കയറ്റില്ല. ആ, പോരാളി അത് 2 വട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞ് കൊഞ്ചിച്ച് കഴിയുമ്പോൾ കയറ്റിക്കോളും. അവനെ കൊള്ളാം, അവനെടുത്തു. രസമുണ്ട് അവനെ കാണാൻ. നല്ല ഭംഗിയുണ്ട് ഇത്. നല്ല വൃത്തിയുണ്ട് അവനെ കാണാൻ. മോനെ നിന്നടാ. പേടിയാ പക്ഷെ. വാ. നിന്നടാ. പാലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ പേടിയാ. തങ്കക്കുടം ഇവിടാടാ. പേടിയാ, ഭയങ്കര പേടിയാ. നിന്നെയില്ല, നീ പോടാ. അങ്ങനെ പക്ഷാഭേദം കാണിക്കരുത്. മോശം അത്. ആട്ടോ ഒരു സ്വർണ്ണമാണേ. പക്ഷാഭേദം ശുങ്കുരു ആനാടാ. നീ പാടാ. പൊന്നു പാടാ. സൗന്ദര്യം ഇല്ലാത്തവർ തനിക്ക് ഇഷ്ടമല്ല. താനങ്ങനെ പക്ഷാഭേദം കാണിക്കുന്നത് ശരിയല്ല. എടാ ഇവനെ ചാടി വന്നു ആദ്യമേ. വരുന്നടാ കൂടെ. എടാ വരുന്നടാ. വന്നാ നീ കൊണ്ടുപോകും. എൻ്റെ വീട്ടിൽ കേട്ടത്തില്ല. അശ്ശേ, മാറ്റി അഡൽട്ട് കണ്ടന്റ് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ടാറ്റാ, ഞങ്ങൾ പോവാ. ഇതിന് പുറകിന് വരും കണ്ടോ, ഇനി പുറകിന് വരും. അപ്പം ഇതാണ് ശരിക്കും ടെർമിനലിലേക്ക് പോകാനുള്ള ഒരു വഴി. ഇതൊരു ചെറിയൊരു പാലം. ഇതും എല്ലാം പോയി കിടക്കുവാണ്. ശ്രദ്ധിച്ച് നടത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് പോകും. എങ്ങനെയാണ് റേറ്റ് വരുന്നത് ബോട്ടിങ്? എത്ര പേരുണ്ടോ? 2 പേരാ. 2 പേരാണ് 1000 രൂപ. എത്ര നേരം കിടക്കുന്നത്? 10 കിലോമീറ്റർ. കായല് ഫുള്ള് റൗണ്ട് ചെയ്തു.
ഈ സൈഡിൽ കാണുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ഇത് ഫ്ലോട്ടിംഗ് ആണോ? നമ്മൾ ഈ നടന്നു പോകുന്നത് ഫ്ലോട്ടിംഗ് അല്ല തൂണുണ്ട്, പക്ഷേ ഈ സൈഡിൽ കാണുന്ന ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് വന്നേന്ന് തോന്നുന്നു ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഫ്ലോട്ടിംഗ് അടുത്തെപ്പോഴോ വന്നേ. ഒരു ഫ്ലോട്ടിംഗ് ഐസ്ക്രീം പാർലർ നോക്കടാ. ബോട്ടിൽ പോകുന്നവർക്ക് ബോട്ടിൽ ചെന്നിട്ട് ഐസ്ക്രീം കൊടുക്കും. ഈ രണ്ട് സൈഡിലും കാണുന്നത് ഹൗസ് ബോട്ട് കൊണ്ടുവന്ന് നിർത്തിയിടാനുള്ള സ്ഥലമാണ്. എങ്ങനെയുണ്ട് മോനു? നല്ല വെയിലുണ്ടല്ലേ? ഒരു 5 മണി ടൈം എത്രയാടാ? ഇപ്പൊ 4:42 പോലും അത്യാവശ്യം വെയിലുണ്ട്. അപ്പൊ ഒരു 5:30 ഒക്കെ ആകുമ്പോ വന്നു കഴിഞ്ഞാൽ 5:30 നല്ല ലൈറ്റ് ആയിരിക്കും. 5 മണി തൊട്ട് ഒരു 6 മണി വരെയൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ. ഇപ്പൊ നമുക്ക് വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചൂടായിട്ട് അങ്ങനെ അത്രയും ചൂടില്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. നട്ടുച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഇവിടെ കയാക്കിങ് അങ്ങനെയുള്ള കുറെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കയാക്കിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, ഹൗസ് ബോട്ട് ഉണ്ട്, പിന്നെ മറ്റേ സാധനം എന്തായാലും എൻ്റെ പേര് ചിക്കാര ബോട്ട് ഉണ്ട്. ഈ മറ്റേ സ്പീഡ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. അവന്മാര് 1000 രൂപയാണ് 2 പേർക്ക് ചാർജ് പറഞ്ഞത്. 10 കിലോമീറ്റർ ഇവിടെ ഫുള്ള് ചുറ്റി കാണിച്ചിട്ട് അവര് ഡ്രിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് സെറ്റാക്കും. പിന്നെ അവിടെ കയാക്കിംഗ് ഉണ്ട്, അതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. കയാക്കിങ്ങിന് ചെറിയ റേറ്റ് ആയിരിക്കുള്ളൂ, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ കയാക്കിങ് ചെയ്ത് പോകുമ്പോൾ ആണ് ആക്ച്വലി ടെർമിനൽ എന്ന് പറയുന്നത്. കുടവുള്ളിൽ വെച്ച സാധനം എന്തിനാ? അതൊരു ഭംഗിക്ക് വെച്ചേക്കണം, കാറ്റ് പിടിക്കാതിരിക്കാനായിരിക്കുമോ? എന്തിനോ വെച്ചിരിക്കുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ? സൺഡേ ആണ്ട് അത്യാവശ്യം ആൾക്കാർ കാണാം. പിന്നെ ഇവിടെ മുളങ്കുലുക്കിയൊക്കെ ഉണ്ട്. ബാമ്പു സർബത്ത് മുളയിലിട്ട് കുലുക്കി തരും. ഭാഷകൾ യൂസ് ചെയ്യടാ. ഇവിടെ ഒരു കുടവോളത്ത് എന്തൊരു ഐറ്റം ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ചെറിയ ചെറിയ ടോയ്സും അതുപോലെ ഉപ്പിലിട്ട വാങ്ങിയും സർബത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് കയാക്കിങ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ആരെയും കാണുന്നില്ല ചോദിക്കാനായിട്ട്. നോഹയുടെ പെട്ടകം. ആ പോകുന്ന വള്ളത്തിന്റെ പേര് നോക്ക്. നോഹയുടെ പെട്ടകം പോകുന്നു ഗൈസ്.
അപ്പം പണ്ട് എന്താ പ്ലെയിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം ഇപ്പം ഹൗസ് ബോട്ടായി മാറിയ. പക്ഷെ ഇവിടെ ഹൗസ് ബോട്ടും വരുന്നില്ല. ഹൗസ് ബോട്ട് സൈഡിൽ കൂടെ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്, ഇവിടെ വന്ന് നിർത്തിയിടാറില്ല. അതെ, സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ രസമാണ് ഇവിടെ വരാൻ. നല്ല ഭംഗിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ. പക്ഷെ വരാൻ നേരത്ത് കുറച്ച് വരുന്ന വഴി മാത്രമേ ഉള്ളൂ ഇത്തിരി മോശമെന്ന് പറയാനായിട്ട്. അതെ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ആ കയറുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ കാണിച്ച സ്ഥലത്തുനിന്ന് ബോട്ട് വല്ലതും എടുത്തിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരും. പിന്നെ സ്പീഡ് ബോട്ട് 1000 റുപ്പീസ് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുവിധം നമ്മളെല്ലാം പറഞ്ഞു കണ്ടു, ഇതിൻ്റെ ഭംഗി കാണിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെയും ബൈ. ടാറ്റാ.